ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിന്ന് ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ചേർക്കാത്ത ഒരു രസമാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയുടെ തോട് കളയാൻ പാടില്ല, അതിൻ്റെ മൂടും മണ്ടയും മാത്രം ഇതുപോലെ ചെത്തിയിട്ട് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെയും തോട് കളയാൻ പാടില്ല, കാരണം അവസാനം നമുക്ക് ഇതിൻ്റെ തോട് ഈ രസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ആ രസത്തിൻ്റെ ഭയങ്കരമായ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ വറ്റൽമുളക് ചുട്ടെടുക്കണം. അതാണ് നമ്മൾ വറ്റൽമുളക് ഇതാ 3 ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഈ രസത്തിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഈ രസത്തിന് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ വേണ്ടത് പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ രസത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിതായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മെയിൻ സാധനം, അതായത് രസത്തിന് പുളിയാണല്ലോ അത്യാവശ്യമുള്ളത്, അപ്പോൾ അതെടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പുളി നമ്മൾ കുതിർത്ത് അതിൻ്റെ വെള്ളം എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനെ കുതിർത്തതിന് ശേഷം നമുക്ക് എത്രയാണോ പുളി വേണ്ടത് രസത്തിന്, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കുതിരാനായിട്ട് വെച്ചേക്കാം. ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കുതിർക്കാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മളിത് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക്, പിന്നെ ചുവന്ന മുളക്, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത സാധനങ്ങളെല്ലാം നമുക്കിനി എണ്ണയിലിട്ട് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് രസം വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, അപ്പം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളി ചതയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഒത്തിരി ചതയണ്ട, ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനെ നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പച്ച മണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നമ്മൾ ചതച്ച് വെച്ച വറ്റൽമുളകും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണങ്ങളൊന്ന് പോകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോഴും ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം ആക്കിയാൽ ഇതൊന്ന് കരിഞ്ഞു പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്കിതിന് ആവശ്യമായ കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതായ സാധനം എന്ന് പറയുന്നത് കായപ്പൊടിയും ഇതിന് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കായപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, പുളി കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു, അത് പുളിവെള്ളം ആയിട്ടുണ്ട്. ആ പുളിവെള്ളം നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് പുളിപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം കുതിർത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും എൻ്റെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളാരും മറന്നു പോകരുത്. പിന്നെ പുളിപ്പ് ഞാൻ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലൊരു രസമാണ്, ഇഞ്ചി ചേർക്കാത്തതാണ്. ഈ രസം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും. ഇവിടെ വീട്ടിൽ എല്ലാ പേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് ഈ ഒരു ഒറ്റ രസം മതി ചോറ് മുഴുവൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉള്ളിയുടെയൊന്നും തോട് കളയരുതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തോടിന് മുകളിലേക്ക്
പൊന്തി വരും. അപ്പോൾ അതാണ് ഈ രസത്തിന് കാണാനുള്ള ഭംഗിയായിട്ടുള്ളത്. ചതച്ച മുളകിൻ്റെയും നമ്മൾ വറ്റൽമുളക് ചതച്ചില്ലായിരുന്നോ, അതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങി മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല, ഈ രസം നമുക്ക് തിളയ്ക്കാൻ പാടില്ല. ഈ പത വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അത് ഈ പത വരുന്ന സമയത്ത്, ഇതാ ഇപ്പോൾ ഇതിൽ പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പത വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർക്കുമ്പോഴാണ് ഈ രസത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രസം എൻ്റെ മാമി പറഞ്ഞു തന്ന രസമാണ്, മാമിയുടെ സ്പെഷ്യൽ രസമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന മാമിയെ കൊണ്ട് ഞങ്ങൾ ഈ രസം ഉണ്ടാക്കാതെ വിടിക്കില്ല. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റുള്ള രസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് അതിലേക്ക് പത വന്നിട്ടുണ്ട്. ഞാൻ ആ തേങ്ങയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ തിളയ്ക്കുന്ന സമയത്ത് പത പൊങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആണ് ആ രസത്തിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അതിലേക്കൊന്ന് വരികയുള്ളൂ. ഈ നമ്മൾ ചേർത്ത സാധനങ്ങളുടെ എല്ലാം ടേസ്റ്റ് അതിലേക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞ ആ ഭംഗിയുണ്ടോ, രസത്തിന് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കാണാൻ മാത്രമല്ല, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, മറന്നു പോകരുതേ. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കിയ എൻ്റെ മാമിയുടെ സ്പെഷ്യൽ രസം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.